മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട ആ മാസപ്പടി കേസിൽ CMRL ആസ്ഥാനത്തും 30 വ്യവസായശാലയിലും ഇന്നും SFIO എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം പരിശോധന നടത്തി. ഇന്നലെ ശേഖരിച്ച രേഖകൾ പരിശോധിച്ച ശേഷമാണ് തുടർ നടപടി. ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ പകലും രാത്രിയിലുമായി നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായാണ് ഇന്നത്തെ റെയ്ഡ്. CMRL ആസ്ഥാനത്തെ രേഖകൾ പരിശോധിച്ച സംഘം അധികൃതരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. 30 വ്യവസായശാലയിലും അന്വേഷണ സംഘമെത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ പ്രാഥമിക പരിശോധനയാണ് SFIO നടത്തുന്നത്. തുടർന്ന് സമഗ്രമായ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറും. ഇതിനുശേഷമാകും കേസെടുക്കുന്നതിലേക്കും ചോദ്യം ചെയ്യുന്നതിലേക്കും കടക്കുക. പൊതുമേഖലാ സ്ഥാപനമായ KSIDC, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാകും. മാസപ്പടിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി അടുത്തിടെയാണ് ഉത്തരവിറങ്ങിയത്. 24 കൊച്ചി. ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, അപ്പോൾ രണ്ടാം ദിവസവും മണിക്കൂറുകൾ നീണ്ട പരിശോധന എന്ന് പറയുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം സീരിയസ് ആയ ദിശയിലേക്ക് പോകുന്നു. ശ്യാം, ഹാഷ്മി, അതീവ ഗൗരവകരമായ അന്വേഷണങ്ങൾ SFIOയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനിടെയാണ് QRT ടീമിനെ ആ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. QRTയുടെ സേനാ വിഭാഗത്തോട് അവിടെ എത്താനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അതായത് കൂടുതൽ പരിശോധനകൾ, അതിനപ്പുറത്തേക്കുള്ള ചില നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാകാം ക്വിക്ക് റെസ്പോൺസ് ടീമിനെ, സായുധ പോലീസ് വിഭാഗമാണ് അവരെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്താനും നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും കേരള പോലീസിന്റെ QRT ടീമിനെ അവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് മറ്റ് ചില നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. SFIO ടീമിന് സുരക്ഷ ഒരുക്കുകയാണ് QRT ടീമിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അവിടെ കാത്തു നിൽക്കാൻ മാത്രമാണ് നിലവിൽ അവർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ആ ദൃശ്യങ്ങളാണ്, QRT ടീം ആ സ്ഥലത്തെത്തിയ വാഹനം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഏതായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ QRT ടീമിന് മറ്റ് നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇവിടെ കാത്തു നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം. ഏതെങ്കിലും രീതിയിൽ ഇനി കൂടുതൽ പരിശോധനകളോ മറ്റ് നടപടികളോ ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും SFIO സംഘം വീണ്ടും ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. നേരത്തെ അവർ ഇൻകം ടാക്സ് ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനുശേഷം അവർ ഇവിടെ എത്തുന്ന മുമ്പാണ് QRT ടീമിനോട് ഇവിടെ തുടരാനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് സായുധ പോലീസ് സംഘത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നതിന്റെ പിന്നിലുള്ളത്. ഹാഷ്മി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഇന്നലെയാണ് അവർ ഔദ്യോഗികമായി അവരുടെ പരിശോധന തുടങ്ങിയത്. റെയ്ഡ് അല്ലെങ്കിൽ പരിശോധന എന്നൊക്കെ പറയാവുന്ന CMRL ഓഫീസുകളിൽ ഇനിയിപ്പോൾ KSIDCയിലേക്ക് പോകുന്നറിയുന്നു. എക്സാലോജിക്കിൻ്റെ പേപ്പർ പരിശോധനയിലേക്ക് പോകുന്നറിയുന്നു. അപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വളരെ സജീവമായി, വളരെ കുറച്ച് ഗൗരവത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു. അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിൽ കാണാം.